ഹലോ ഗേസ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. രാവിലെ തന്നെ മഞ്ഞളൊക്കെ തേച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ എനിക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു മാരേജ് ഫംഗ്ഷനാണ്, നെയ്ബറിൻ്റെ ആണ്, പിന്നെ മുനീബിൻ്റെ ഫ്രണ്ടും ആട്ടോ അവന്. അപ്പോൾ ഞാൻ മഞ്ഞളൊക്കെ തേച്ച് റെഡി ആയിരിക്കുകയാണ്. കാരണം ഏതേ ഫംഗ്ഷൻ ഉള്ളതല്ലേ, റിസപ്ഷൻ ആയിട്ടാട്ടോ ഫംഗ്ഷൻ ഉള്ളത്. ഫസ്റ്റ് ഞാനൊന്ന് കുറച്ച് വെള്ളമാക്കിയിട്ടാണ് മഞ്ഞൾ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാ മഞ്ഞക്കഥകളും പോവും. പിന്നെ ബേബിക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ അവന് ബേബി വിറ്റാണ് ഞാൻ കൊടുക്കുന്നത്. ആപ്പിളിൻ്റെ ഫ്ലേവറാട്ടോ, അവന് ഇഷ്ടമാണ് ബേബി വിറ്റ. രാവിലെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ബേബി വിറ്റ പെട്ടെന്നുണ്ട്, നമുക്ക് സുഖമാണ് പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ ബേബി വിറ്റാണ് കൊടുക്കാറ്. ഉമ്മയുടെ ഫുഡൊക്കെ കൊടുക്കാറ്. പിന്നെ ഞാൻ അടിച്ചു വാരി, ഉമ്മ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ അടിച്ചു വാരിയിട്ടെല്ലാം. പിന്നെ ഞാൻ ലേറ്റായിട്ട് ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ കോളിഫ്ലവർ ആട്ടോ പൊരിച്ച്. അങ്ങനെ എൻ്റെ അനിയത്തികളൊക്കെ റെഡി ആയിട്ടോ. അവർക്ക് രണ്ടാൾക്കും സെയിം ഡ്രസ്സാണ്. എൻ്റെ കസിൻ്റെ കല്യാണത്തിന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഡ്രസ്സാട്ടിത്. അപ്പോൾ അവരെ കൊണ്ട് ഞാനൊന്ന് വട്ടം കറങ്ങുക അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൂമിൻ്റെ പേര് ഹാഷിം കേട്ടോ. അവനാണ് മുനീബിൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു, വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. പിന്നെ ഫുഡിനുള്ളത് കേട്ടോ. ഞാൻ എപ്പോൾ പോയാലും കൂടുതലും ഞാൻ റൈസായിട്ട് എടുക്കാറ്. എനിക്ക് കടികളതിലേറെ ഇഷ്ടം റൈസാണ്. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, റൈസ് കഴിക്കാനാണ് എനിക്കിഷ്ടം. അതിലോട് നല്ല കടി ഉണ്ടായിരുന്നു, നല്ല കടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള കടായി കേട്ടോ. ഉമ്മ കടിയും കടായ കഴിച്ചത്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വാഷ് ചെയ്തിട്ട് എവിടെ ഇരിക്കണം എന്ന് കൺഫ്യൂഷനാണ്. കാരണം കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെവിടെ അറിയണത് തപ്പി പോയപ്പോൾ അവർ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നുണ്ട്. പൊതുവേ ഞാൻ ഫ്രണ്ട് സീറ്റിലൊന്നും ഇരിക്കാറില്ല, എനിക്ക് ഭയങ്കര മടിയാണ്. എല്ലാവരും നമ്മൾ നോക്കി നിൽക്കുമല്ലോ. അതിന് ഞാൻ ഇവളിൻ്റെ മൂത്തനിയെത്തിയ അവൾക്ക് ഭയങ്കര മടിയാണ്, ഭയങ്കര ഷൈ ക്യാരക്ടറാണ് വീഡിയോ ഒക്കെ എടുക്കാൻ. പക്ഷെ ഇവള് എൻ്റെ ആദ്യ വൈബാണ്. ഞങ്ങൾ ഏജ് ഡിഫറൻസ് ഏകദേശം 15 വയസ്സുണ്ടെങ്കിലും ഞങ്ങൾ ഒരേ വൈബാണ്. ഇതായിട്ട് എൻ്റെ ഹസ്ബൻഡ് മുനീബ്, അവന് പൊതുവെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ല, പക്ഷെ നിർബന്ധിച്ച് ഫ്രണ്ട്സൊക്കെ കയറ്റിയത്. പിന്നെ ഇതൊക്കെ എൻ്റെ കസിൻസ് ആട്ടോ. റോസൊക്കെ എൻ്റെ ഉമ്മാൻ്റെ കസിനാണ്. പിന്നെ ഇതും എൻ്റെ കസിൻ. അവൾ വീഡിയോ എടുക്കല്ലേ പറഞ്ഞിട്ട് ക്യാമറ തട്ടി. പിന്നെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ മാഷാഅല്ലാഹ് ഡാൻസ് കളിക്കുന്നു കേട്ടോ. പൊതുവേ ആരെങ്കിലും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടാൽ പിന്നെ ഇതുപോലെ നല്ല ശബ്ദത്തിൽ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടാൽ എനിക്കും ഇങ്ങനെ തുള്ളാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കുന്നത്. എൻ്റെ ശബ്ദം എല്ലാവരും മോശം പറയലുണ്ട്, പക്ഷേ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ഭയങ്കര വലിയ ഡാൻസറൊന്നും അല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഡാൻസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പിന്നെ ഗ്രൂമിൻ്റെ സിസ്റ്റർ ആട്ടോ. അവളും ഡാൻസ് കളിക്കുന്നുണ്ട്, അവൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സാളൊക്കെ. ഓരോരുത്തർ ഓരോ വഴിക്കായിട്ട് ഇപ്പോൾ പല രീതിയിലും കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താ, എങ്ങോട്ടെങ്കിലും പഠിക്കാൻ പോയി നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡി ആവട്ടെ, എല്ലാവരും ആഗ്രഹങ്ങളും. പിന്നെ ഫൈസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഫുഡ് കഴിക്കാൻ ലേറ്റായി പോയി, അവർ എത്താനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വന്നിരിക്കുകയാണ് വീഡിയോ എടുക്കുക ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ വീണ്ടും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഏകദേശം പല ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും റൈസും ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ഞാൻ അത് കഴിച്ചു. അങ്ങനെ മുനീബും ഞാനൊക്കെ പോവുക കേട്ടോ. അപ്പോൾ ഉണ്ട് ഫൈസും, പരിചയമുള്ള നല്ല മുഖം, ഫൈസും മിട്ടുവും പിന്നെ മിലും ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഫോട്ടോ എടുക്കുകയൊക്കെ ചോദിച്ചിട്ട് അവർ പോസ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ കരുതി അവർ പാവല്ലേ, അവർക്ക് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുക, അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കേണ്ടത് തന്നെ ഫൈസും മിട്ടുവാണെങ്കിലും വന്ന് ഫോട്ടോ എടുക്കുമോ ഇതാക്കി തരുമോ ചോദിക്കും. പിന്നെ ഇവർ പ്രായം നല്ല പ്രായമില്ല, ടെൻഷനില്ല, ഒന്നുമില്ല, ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഫുൾ എൻജോയ്മെൻറ്റ്. പിന്നെ ഉമ്മ വന്ന് ഫോട്ടോ എടുക്കുക വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയും കൂടി എടുത്തു. അങ്ങനെയാണ് പോരുക കേട്ടോ ഓഡിറ്റോറിയത്തിൽ നിന്ന്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര് റിവേറയാണ് കേട്ടോ. നല്ലൊരു ഓഡിറ്റോറിയം, നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരേ ഏരിയയിലാണ് ഫുഡ് കഴിക്കേണ്ടതും എല്ലാം. ചിലത് സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ. പക്ഷെ മോനെ ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് ഞാനും മിട്ടും അവിടുന്ന് എന്തോ ഒരു ഫ്ലവറിൻ്റെ ഒരു ഡെക്കറേഷൻ്റെ ഐറ്റം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മിക്കുടുവിനെ കൊണ്ടുവരാൻ പോകും. അവനെ എടുത്തിട്ടില്ലായിരുന്നു, അവന് ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ ചൂടാണ്, അവന് ചൂട് തീരെ സഹിക്കാൻ വയ്യ. അപ്പോൾ അത്രേ ഉള്ളൂ കൂട്ടാ.